ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊരു യാത്ര പോവാണ്. നമ്മുടെ ഫ്രണ്ടാണ് മോനേട്ടന്റെ വണ്ടിയിലാണ് നമ്മൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ ദൈവത്തെ കാണൽ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ നേരെ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകും. ഈ ചടങ്ങ് നടക്കുന്നത് മണത്തണ എന്ന് പറയുന്നത് മണത്തണ വാകയാട്ട് വയലിന്റെ അരികിലുള്ള പൊടിക്കളത്തിലാണ്. ഭാര്യയുണ്ട്, മോളുണ്ട്, മോനേട്ടന്റെ വൈഫുണ്ട്, ഇതാ പുറകിലുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കണ്ണൂരിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരെയാണ് കൊട്ടിയൂർ ക്ഷേത്രം. അപ്പൊ നമ്മൾ യാത്ര തിരിച്ചു. കാലില് മോനേട്ട പുത്തൻ വണ്ടിയ ഇലക്ട്രിക് ഓട്ടോമാറ്റിക് ടാറ്റ പഞ്ച് അല്ലേ? അതെ, ടാറ്റ പഞ്ച്. അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അല്ലെ, പഞ്ച് എടുത്തിട്ട് എവിടെയെങ്കിലും നല്ലൊരു യാത്ര വേണമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മണത്തണയുള്ള വാകയാട്ട് പൊടിക്കളത്തിലേക്കാണ് പോകുന്നത്. 18 പൊടിക്കളമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിനുള്ളത്. അതിലൊരു പൊടിക്കളമാണ് ഈ വാകയാട്ട് വയലിനടുത്തുള്ള പൊടിക്കളം. ഇന്നത്തെ ചടങ്ങ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പൊ നമ്മുടെ ഈ ചടങ്ങ് നടത്തുന്ന ഒറ്റപ്പിലാൻ പണിക്കർ എത്തി കേട്ടോ. കുളിച്ച് ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ ദേവസ്വം ചെയർമാനാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ദൈവത്തെ കാണൽ ചടങ്ങ് മണത്തണ വാകയാട്ട് വയലിനരികിലുള്ള പൊടിക്കളത്തിൽ നടക്കുന്നു. കുറിച്യ സ്ഥാനികനായ ഒറ്റപ്പിലാൻ പണിക്കരും കാടൻ സ്ഥാനികനുമാണ് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. വിഷുദിനത്തിൻ്റെ പിറ്റേന്ന് മുതൽ വ്രതം തുടങ്ങി ഒറ്റപ്പിലാൻ സ്ഥാനികരും പിൻഗാമികളും മണത്തണ വാകയാട്ട് പൊടിക്കളത്തിൽ വെച്ച് മലദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം പാതി വഴിയിൽ നിർത്തിവെച്ച വറ്റടി ചടങ്ങിന് ശേഷം അതിനിഗൂഢമായ തങ്ങളുടെ ആചാരങ്ങളിലൂടെ പെരുമാളിൻ്റെ അക്കര സാന്നിധ്യം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന പിൻഗാമികളും പെരുമാളിൻ്റെ 18 പൊടിക്കളങ്ങൾക്കും അധിപനായിട്ടുള്ള ദേവതകളെ കണ്ട് ഈ ആണ്ടത്തെ വൈശാഖ മഹോത്സവം ഭംഗിയായി നടത്തുവാനുള്ള അനുവാദവും അനുഗ്രഹം തേടുന്നതാണ് ദൈവത്തെ കാണൽ ചടങ്ങ്. തികച്ചും ഗോത്ര രീതിയിലാണ് ചടങ്ങ് നടക്കുന്നത്. ഇതിനായി അവൽ, ശർക്കര, തേങ്ങ, കള്ള് തുടങ്ങിയ നിവേദ്യ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. Sorry. ഈ ഒരു ചടങ്ങിൽ പാരമ്പര്യ ഊരാളന്മാരായ തിട്ടയിൽ നാരായണൻ നായർ, ആക്കൽ ദാമോദരൻ നായർ, പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ, കൂടാതെ അനേകം ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. അതിനുശേഷം എല്ലാവർക്കുമായി പ്രസാദ വിതരണവും നടന്നു. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മുഴുവൻ ചടങ്ങുകളും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓരോ ചടങ്ങുകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിലൂടെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ മുഴുവൻ ചടങ്ങുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെ പറ്റി കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നാരായണൻ സംസാരിക്കുന്നത്. ഉത്സവത്തിന്റെ ആദ്യത്തെ പടിയായ ദൈവത്തിനെ കാണൽ ചടങ്ങ് മണത്തണ വാകയാട്ട് പൊടിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ കുറിച്യ സമുദായത്തിന്റെ ഇതിലാണ് കർമ്മം നടക്കുന്നത്. ഇത് ഈ വനദേവതമാരെ പ്രസാദിപ്പിക്കുക, വനദേവതമാരെ അനുമതി മേടിക്കുക, വനദേവതകളുടെയും അനുമതി മേടിച്ചിരിക്കണം. നമുക്ക് ഒരുപാട് സങ്കല്പ സ്ഥാനങ്ങളും സങ്കല്പ ദേവതകളുണ്ട്. അവരെല്ലാം അനുമതി മേടിക്കുന്ന ഒരു കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. ആ കർമ്മം അനുമതി മേടിച്ചതിന് ശേഷം നാളത്തെ ആണ് പ്രക്കൂഴം, പറക്കൂഴം എന്ന് പറയുന്ന പ്രക്കൂഴത്ത് എന്നുള്ള കർമ്മം നാളെ. കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 2026 അതിൻ്റെ ആദ്യത്തെ ചടങ്ങായ വാകയാട്ട് പൊടിക്കളത്തിൽ ദൈവത്തെ കാണൽ ചടങ്ങ് ഇന്ന് നടന്നിരിക്കുകയാണ്. നാളെയാണ് പ്രക്കൂഴം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ദിനം കുറിക്കുന്ന ഒരു ചടങ്ങാണ് പ്രക്കൂഴം. നാളെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ അവിടെയാണ് പ്രക്കൂഴം ചടങ്ങുകൾ നടക്കുക. ആയില്യർക്കാവിൽ നിഗൂഢ പൂജകൾ ഉണ്ടാവും. ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. കൊട്ടിയൂർ ദേവസ്വം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനുണ്ട്. അതുപോലെ തന്നെ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്തഞ്ചേരിയിൽ 3 കോടി രൂപ ചെലവിൽ നല്ലൊരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങൾ നിലവിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തന്മാർക്ക് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സുഗമമായി തൊഴുത് ദർശനം നൽകുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊട്ടിയൂർ ദേവസ്വം ചെയ്തു വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ. പ്രക്കൂഴം ചടങ്ങുകളെ പറ്റി കുടിവതി സ്ഥാനികനായ ചെറിയത്ത് പത്മനാഭൻ അവറുകൾ സംസാരിക്കുന്നു. അതിന് മുമ്പേ അരിയിൽ നിന്നും വിൽപ്പനയൊന്നുമില്ല, മാർക്കറ്റ് കിട്ടാത്ത വസ്തുവായിരുന്നു. അപ്പോൾ ഭൂമിയിൽ നെല്ല് വിളയിച്ച് കഴിഞ്ഞിട്ട് ആ നെല്ലിൻ്റെ അരി കുത്തിയിട്ടാണ് ഓരോ വീട്ടുകാരും ജീവിക്കുന്നത്. അവരതിൻ്റെ പാട്ടമായിട്ട് ഭൂ ഉടമക്ക് കൊണ്ട് കൊടുക്കും. ഭൂ ഉടമേൻ്റെ ജീവിതം അതിൽ കൂടി തന്നെയാണ്. മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഴയ കാലത്തെ നമ്മളിപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ലോകൻ്റെ മലബാർ മാനുവൽ തന്നെയാണ്. ലോകൻ്റെ മലബാർ മാനുവലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മലബാറിൽ മറ്റ് കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കൃഷി നെൽകൃഷിയാണ്. പാട്ടം കിട്ടുന്നതാണ് വരുമാനം. ഭൂ ഉടമേൻ്റെ വരുമാനം പാട്ടാണ്. കൃഷിക്കാരൻ്റെ വരുമാനം നെല്ലാണ്. പാട്ടം കിട്ടുന്ന നെല്ല്, ഭൂ ഉടമേൻ്റെ വരുമാനവും കൃഷിക്കാരൻ്റെ വരുമാനം നെല്ലുമാണ്. അത്തരത്തിൽ പാട്ടം കൊടുക്കാൻ ഇവിടെ പെരുമാള ഭൂമിയിൽ കൃഷി ചെയ്താൽ പെരുമാൾക്ക് പാട്ടം കൊടുക്കണം. ആ പാട്ടം നെല്ല് ഉപയോഗിച്ചിട്ടാണ് അവിടെ 27 ദിവസത്തേക്ക് വേണ്ടുന്ന അരി ഉണ്ടാക്കുന്നത്. ഒരു 27 ദിവസത്തെ കൊട്ടിയൂർ ക്ഷേത്രത്തിലത്തെ ഉത്സവത്തിന്, വൈശാഖ മഹോത്സവത്തിന് ഇത്ര സേർ അരി വേണം. സേറിൻ്റെ കണക്കാണ്, ഇന്നത്തെ പോലെ കിലോ ഒന്നല്ല. ഇത്ര സേർ അരി ആവശ്യമുണ്ട് എന്ന് കണക്കുണ്ട്. ആ അത്രയും അരി തന്നെ ഇന്നും ഉപയോഗിക്കുന്നു. അതാണ് അരിയളവ്. ഓരോ ദിവസവും കാണാം അരി അളക്കുന്നത്. അരിക്ക് ഇത്ര അരിയാണ് ഒരു ദിവസം എടുക്കേണ്ടത്. ആളുകൾ കൂടുതൽ വന്നുകൊണ്ട് കൂടുതൽ അരി എടുക്കുക. ആൾ തീരെ ഇല്ലെങ്കിൽ കുറച്ച് അരി എടുക്കുക. ആ സമ്പ്രദായം കൊട്ടിയൂരിലില്ല. 24 ഉഷയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഉത്സവം തീരുമാനിച്ചിരിക്കുന്നത്. ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാത നൈവേദ്യം, പ്രഭാത പൂജ, പ്രഭാത നൈവേദ്യം, അതിനാണ് ഉഷ എന്ന് പറയുക. അപ്പോൾ ഉഷയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്ന 27 ദിവസത്തേക്ക് വേണ്ടുന്ന അരി ഇത്ര എന്ന് പഴയ കാലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ അരി ഉണ്ടാക്കുവാനുള്ള നെല്ല് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസമാണ് ദൈവത്തെ കാണൽ. വിഷുവിന് ശേഷം ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൊയ്ത്ത് മകരത്തിന് മുമ്പായിട്ട് കൊയ്ത്ത് നടക്കും. കന്നി, തുലാം, വൃശ്ചികം, ആ മാസങ്ങളിലായിട്ട് ഏകദേശം കൊയ്ത്തെല്ലാം തീരും. ഇതിനോട് കൂടിയിട്ട് ഈ പൊനം കൃഷീൻ്റെ കൊയ്ത്തെല്ലാം അവസാനിക്കും. പക്ഷെ ഭാരം നെല്ല് ഓരോരുത്തരും കെട്ടി വീട്ടിൽ കൊടുക്കും. വിഷുവിന് ശേഷം, വിഷുവാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരു അടയാള ദിവസം വിഷുവാണ്. കാരണം അത് കാണാൻ തന്നെ കാരണം ഗ്രിഗോറിയസ് കലണ്ടറെല്ലാം വരുന്നതിന് മുമ്പേ ആയിരിക്കാം കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് അവർ അടയാള ദിവസമായിട്ട് കാണാൻ പറ്റുന്നത് വിഷുവാണ്. എല്ലാവരും മലബാറിൽ ആചരിക്കുന്നത് ഒരു വിഷു ഒരു ദിവസമായിട്ട് കണക്കാക്കിയിട്ട് ആ വിഷുവിന് ശേഷം ഒരു ദിവസം തീരുമാനിക്കുന്നു പൊടിക്കളങ്ങളിൽ ദൈവത്തിനെ കാണുന്നു. അപ്പോൾ ഈ 18 പൊടിക്കളങ്ങളിലും ദൈവത്തിനെ കാണുന്ന 18 ദിവസങ്ങളിലായിട്ടായിരിക്കും. ഇപ്പോൾ വാകയാട്ട് പൊടിക്കളത്തിൽ ദൈവത്തെ കാണുന്ന ഒരു ദിവസം തീരുമാനിച്ചു. ഉദാഹരണത്തിന്
വിഷുവിന് ശേഷം ഒരു ദിവസം വാഗ്യാട്ട് പൊടിക്കളത്തിൽ ദൈവത്തെ കാണുന്നു. അപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടി കാടനും ആൾക്കാരും വരും. കാടനും ആൾക്കാരും ഇവിടെ വന്നിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട കഥ, ഞാൻ കണ്ട എൻ്റെ അനുഭവം, ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ദിവസം അവർ ഇവിടെ കൂടും. ഇവിടെയുള്ള കാടാണ്. എൻ്റെ തറവാടിൻ്റെ കുറച്ചപ്പുറ അതിൻ്റെ ഒരു മുകളിൽ ഭയങ്കര കാടായിരുന്നു. കാട് തെളിക്കുക എന്നുള്ളൊരു പരിപാടി വരും. ഒരു 10-15 ആൾ വരും. അവർ ലമ്പും വില്ലുമെല്ലാം എടുത്തിട്ട് കാട് തെളിച്ചിട്ട് കാട്ടുമൃഗങ്ങളെല്ലാം വേട്ടയാടിക്കൊണ്ട് പോകുന്നു. ഒരു സമൃദ്ധിയുള്ളൊരു ഭക്ഷണമല്ലായിരിക്കും. അവിടെ ഒരു കുളം ഉണ്ട്. ആ കുളത്തിൻ്റെ ഇടയ്ക്ക് അവരൊരു വർണ്ണശാല പോലെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തായിരുന്നു താമസിക്കുക. അവിടെ നിന്ന് ജനം കെട്ടി ഈ കാട്ട് പന്നീൻ്റെ ഇറച്ചി നാട്ടുകാർക്കെല്ലാം കൊടുക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ആയിരിക്കും ദൈവത്തെ കാണൽ. ദൈവത്തെ കാണാനും ഇവർ പന്നി ഇവിടെ ഈ കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി തന്നെ വെച്ച് നിവേദിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ഇന്നല്ല, മുൻകാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ചടങ്ങാണ്. ആ ചടങ്ങെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്ത കർഷകൻ, വനം കൃഷി ചെയ്ത കർഷകൻ കൊട്ടിയൂരേക്ക് കൊടുക്കേണ്ട ഭാരം നെല്ല് കെട്ടി അവിടെ വെച്ചിട്ടാണ് വീട്ടിൽ വെച്ചത് എടുത്തുകൊണ്ട് വന്ന് കുടിക്കുളത്തിൽ പോകും. അവിടുന്ന് കാടൻ ഇതിനെ പൂജിച്ചിട്ട് കാടനാണ് ഇതും എടുത്തിട്ട് കൊട്ടിയൂരേക്ക് പോകുക. കൊട്ടിയൂർ പോകുന്ന ചുങ്കക്കുന്നിനപ്പുറം ഒരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ഇത് കൊണ്ടുപോയി സൂക്ഷിക്കുക. അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് പുറക്കുവായിരുന്നു. പുറത്തേക്ക് കൂവത്തിന് നെല്ലടക്കുന്ന ദിവസം പുറക്കുവം എന്നാണ് ശരിക്കും അതിൻ്റെ ആ തരത്തിലായിരുന്നു അതിൻ്റെ പേര് ആദ്യം. ഇപ്പോൾ അത് പ്രാക്കൂഴായി മാറി. ഇപ്പോൾ അടുത്ത ഈ കൊല്ലം മുതൽ അതിന് പ്രാന്ന് കൂടി ഒരു ദീർഘവും കൂടി കൊടുത്തിട്ട് പ്രാക്കൂഴാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പത്രങ്ങളാണ് അധികം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്ക് കൂവത്തിന് നെല്ലടക്കുന്ന ദിവസം എന്ന അർത്ഥമാണെന്ന് പഴയ ഒരു രേഖയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുറപ്പുവത്തിലേക്ക് ഉള്ള പുറപ്പുവ ദിവസം കൊട്ടിയൂരിൽ വെച്ചിട്ട് നാളാണ് നെല്ലളവുണ്ട്. ഈ 27 ദിവസത്തെ ഉത്സവത്തിന് വേണ്ട അരി ഉണ്ടാക്കാനുള്ള നെല്ല് കൂപത്തിന് കൊടുക്കുക. കൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് കുത്തിയാൽ അരി കൂലി കിട്ടുന്ന സംവിധാനത്തിനെയാണ് കൂപം എന്ന് പറയുക. കൂപത്തിന് കൊടുക്കുക എന്നാണ്. 100 സേർ നെല്ല് കുത്തിയാൽ 50 സേർ അരി കിട്ടും എന്നാണ് അന്നത്തെ കണക്ക്. ഉണങ്ങലരിയാണ്, പുഴുങ്ങി കുത്താൻ പാടില്ല. ഉണങ്ങലരിയാണ് അവിടെ നിവേദ്യത്തിനെടുക്കുക. അപ്പോൾ ആ കൂവം എന്ന് പറയുന്നത് നെല്ല് കുത്തിയാൽ അരി കൂലി കൊടുക്കുന്നത്. 100 സേർ നെല്ല് അളന്നു കൊടുത്താൽ 50 സേർ അരി കിട്ടും എന്നാണ് പഴയ കണക്ക്. അത് 45 മാത്രമാക്കിയിട്ട് നിജപ്പെടുത്തി. ആ 45-ൽ നിന്ന് 10 സേർ അരി കൂടിയായിട്ട് എടുക്കാം. 100 സേർ നെല്ലിന് 35 സേർ നെല്ല് അരി ആ ഉടമക്ക് തിരിച്ചു കൊടുക്കണം. ഈ ഇവിടുത്തെ ഉടമ ഭഗവാനാണ്. അപ്പോൾ 100 സേർ നെല്ല് കുത്തിക്കഴിഞ്ഞാൽ 35 സേർ അരി, ശരാശരി 35 എന്നുള്ള രീതി. 100 സേർ നെല്ല് കുത്തിയാൽ 35 സേർ അരി തിരിച്ചു കൊടുക്കുക എന്നുള്ള വ്യവസ്ഥയിൽ ഈ നെല്ല് കുത്തിക്കഴിഞ്ഞ് അതിൻ്റെ കൂവെന്ന് പറയും. ഈ 10 സേർ അരി കിട്ടുന്നത് കൂവം, അതാണ് കൂലി. ഈ അതിൻ്റെ കൂലിയായിരിക്കുന്ന കൂവം 10 സേർ അരി എടുത്തിട്ട് 35 സേർ അരി തിരിച്ചു വരും, ആളെ കൊണ്ടുപോകും. അത് നേരിടുന്നിടത്തിന് മുമ്പായിട്ട് അവിടെ എത്തിക്കും. ഇതായിരുന്നു പഴയ കാലത്ത് കാണുന്ന സംഭവം. ഇന്നത്തെ മാതൃഭൂമിയിൽ അതിൻ്റെ ചെറിയ സൂചനയുണ്ട്. പഴയ കാലത്ത് കൂവത്തിന് നെല്ലളന്ന ദിവസം, നെല്ല് സംഭരിക്കുന്ന ദിവസമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഈ തരത്തിൽ എല്ലാ ഭാഗത്തു നിന്നും കർഷകൻ ഭൂമിയുടെ പാട്ടമായിട്ട് കൊടുക്കേണ്ട നെല്ല് അവിടെ കുടിക്കളത്തിൽ കൊണ്ടുവെക്കും. അത് കാടനും ആൾക്കാരും എടുത്തു. അന്ന് അവരായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ ആൾക്കാർ. അവർ വരും. അവരുടെ ഒരു അവകാശം കൂടിയാണ് അത് കൊട്ടിയൂർ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ ദിവസമാണ് ദൈവത്തെ കാണൽ. അപ്പോൾ അതിനൊരു ചടങ്ങായിട്ട് അതിനെ മാറ്റിയിട്ട് ദൈവത്തെ കാണലിനുള്ള ഒരു ആധ്യാത്മികത കൂടി അതിന് കൊടുത്തു. അതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ മനസ്സിലാക്കിയിട്ട് ഭണ്ണാരം ഇവിടുന്ന് പെരുമാളുടെ ഭണ്ണാരം അക്കര സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ അവകാശം സിദ്ധിച്ച 4 തറവാട്ടുകാരാണ്. അതിലത്തെ ചെറിയ തറവാട്ടിനകത്തെ ഒരു വ്യക്തിയാണ്. ഞാനല്ല കാരണോട് എൻ്റെ മൂത്താളുണ്ട്. പ്രക്കുഴം ചടങ്ങുകളുടെ വീഡിയോ അടുത്തത്.